നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത്. പലപ്പോഴും പലരും ഇങ്ങനെ ചെയ്താൽ നോമ്പ് മുറിയുമോ എന്ന് സംശയം ചോദിക്കാറുണ്ട്. എന്നാൽ മനസ്സിലാക്കുക, 4 കാര്യങ്ങളെ കൊണ്ടാണ് നോമ്പ് മുറിയുക. 1. സംയോഗം ചെയ്താൽ നോമ്പ് മുറിയും. രണ്ടാമത്തെ കാര്യം, ഇന്ദ്രിയം പുറപ്പെടുവിച്ചാൽ നോമ്പ് മുറിയും. അങ്ങനെ വരുമ്പോൾ സ്വപ്നസ്ഖലനം ഉണ്ടായാൽ നോമ്പ് മുറിയില്ല. 3ാമത്തെ വിഷയം, ഉണ്ടാക്കി ഛർദ്ദിച്ചാൽ നോമ്പ് മുറിയും. അപ്പോൾ ഒരാൾ നോമ്പനുഷ്ഠിച്ച് അറിയാതെ ഛർദ്ദിച്ചു പോയാൽ നോമ്പ് മുറിയില്ല. 4ാമത്തെ വിഷയം, തടിയുള്ള വല്ല വസ്തുവും തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ ശരീരത്തിന്റെ ഉള്ള് എന്ന് പറയപ്പെടാൻ പറ്റുന്നതിലേക്ക് മനഃപൂർവ്വം പ്രവേശിക്കലാണ്. ഈ 4 കാര്യങ്ങളെ കൊണ്ടാണ് നോമ്പ് മുറിയുക. അങ്ങനെ വരുമ്പോൾ ചെവിയിലൂടെയും മൂക്കിലൂടെയും വായിലൂടെയും ഗുഹ്യഭാഗങ്ങളിലൂടെയൊക്കെ പ്രവേശിപ്പിച്ചാൽ നോമ്പ് മുറിയും. അതേ സമയത്ത് കണ്ണിലേക്ക് മരുന്നുറ്റിക്കൽ കൊണ്ട് നോമ്പ് മുറിയില്ല. അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് വരും വീഡിയോകൾ ചർച്ച ചെയ്യാം. കൂടുതൽ വിഷയങ്ങൾ നാഫി ഹിമം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ കൂടി ലഭ്യമാണ്.